ഹായ് ഗായ്സ് അങ്ങനെ ഞാൻ വീണ്ടും വന്നു കേട്ടോ. ദേ രാവിലെ തന്നെ എൻ്റെ തീറ്റ ബ്ലോഗാണ് കേട്ടോ ഇത്. ഞാൻ രാവിലെ തന്നെ നല്ല ഇടിയപ്പവും ബീഫ് ചാപ്സും അതൊക്കെ കൂട്ടി ഒരു ചായയും കൂട്ടി അതങ്ങോട്ട് തട്ടി വിട്ടു ഗായ്സ്. അതിന് ശേഷം ഉച്ചയായപ്പോഴേക്കും നല്ല മുരിങ്ങാക്കോല് കറിയും മുട്ട വറുത്തതും പിന്നെ എന്താണ് കാന്താരി മുളക് ഉപ്പിലിട്ടതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മധുരം കഴിക്കാൻ തോന്നിയിട്ടും പാടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു നിന്നപ്പോഴേക്കാണ് കേട്ടോ ദേ ഒരു പോത്ത് കയറൊക്കെ പൊട്ടിച്ച് ഓടി വന്നിട്ടുണ്ട്. അതൊന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങാണ്ട് കുറച്ച് സമയം നിന്നു. അതിനെ പിന്നെ പിടിച്ച് അവർ കെട്ടിയൊക്കെ ചെയ്തു. അതിന് ശേഷം പുറത്തിറങ്ങിയിട്ടോ നേരെ കേക്ക് കട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഒരു കേക്ക് വാങ്ങിക്കാം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പിന്നെ കേക്കിലേക്ക് പോയില്ല, നേരെ ഡ്രസ് ലെച്ചേഴ്സ് മിൽക്ക് കേക്ക്സ് ഉണ്ടല്ലോ അതിലേക്ക് പോയിട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചു. നേരെ വന്ന വഴി പായസ കലവറ കണ്ടു. അപ്പൊ അവിടെ ഇറങ്ങി പാലട പ്രഥമൻ വാങ്ങിച്ചു. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ബോളിയും പാലടയും അടിപൊളിയാണ് കേട്ടോ. തിരുവനന്തപുരംകാരുടെ ഒരു സ്പെഷ്യൽ ആണല്ലോ, അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അവിടുന്ന് അതും വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. കാരണം പായസ കലവറയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കാറുള്ളതാണ്. അവര് പായസം അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം നേരെ കേക്ക് കട്ടുന്ന് വാങ്ങിച്ച സാധനമായി നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. നേരെ വന്നിട്ട് എന്താക്കാ, കഴിച്ചു നോക്കന്നെ, അല്ലാണ്ട് വേറെന്താ. കഴിച്ചു കേട്ടോ, അടിപൊളിയാണേ. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം മധുരമൊന്നുമില്ല, അധികം മട്ടിക്കണ പരിപാടിയൊന്നുമില്ല, സെറ്റ് സാധനം. പിന്നെ ദേ അവിടുന്ന് വാങ്ങിച്ചതാണ് ട്രസ് ലെച്ചസ്. ഒരിടയ്ക്ക് ഇത് താരമായിരുന്നു, ഇപ്പോഴങ്ങോട്ട് കുറഞ്ഞു കേട്ടോ. ഇപ്പൊ വേറെ കുനാഫ ചോക്ലേറ്റും അത് ഇതൊക്കെയല്ലേ ട്രെൻഡ്. അങ്ങനെ ഞാനത് കഴിച്ചു. അടിപൊളിയാണ്, ഞാൻ കഴിക്കാറുള്ളതാണ്, ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച് കഴിക്കണമെന്നല്ല. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും പിന്നെ ആൽമണ്ട് പുഡിങ്ങും ഒക്കെ അടിപൊളിയാണ് കേട്ടോ കേക്ക് കട്ടിലെ. അങ്ങനെ അതും കഴിച്ചു. ഇനി എന്താ കഴിക്കണേന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പായസം ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ, അതെന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കേക്ക് തീറ്റ തിന്നുന്നു. അതായിരുന്നു എൻ്റെ പരിപാടി. അതിന് ശേഷം ദേ പായസം പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ മധുരവും കൂടി കഴിച്ച് മട്ടിച്ചിരിക്കുകയാണ്. അപ്പം ഇത്തിരി കഴിഞ്ഞിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബോളി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഴിക്കാൻ ഒരു മടിയായിരുന്നു. അപ്പം പായസം മാത്രം കഴിക്കണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ അത് തണുപ്പിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പുഡിങ് കഴിച്ചിൻ്റെ ഇതാണ്. കഴിച്ച് ആ പാത്രം വരെ ഞാൻ കഴിച്ചില്ലാന്നേ ഉള്ളൂ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് നല്ല ഇഷ്ടമായി ഗൈസ്. അതുകൊണ്ട് ഞാനത് മൊത്തം തൂത്തുവാരി കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വൈകിട്ടായപ്പോഴേക്കും ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ. എറണാകുളത്ത് നല്ല മഴയാണ്, അടിപൊളിയാണ്, വൈബാണ് ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല, നല്ല സെറ്റ് സെറ്റ് ക്ലൈമറ്റ്. അങ്ങനെ ഞാൻ പയ്യെ നടന്ന് ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ പോയിട്ടാകുമ്പോഴേക്കും നല്ല മഴ ഗൈസ്, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റാത്ത അത്രയും മഴ. അങ്ങനെ ആ മഴയും കണ്ട് അവിടെ ഇരുന്നു. അതിന് ശേഷം പോകാന്ന് വിചാരിച്ചു കേട്ടോ. അതിനും മാത്രം മഴയാണ്, ഒരു രക്ഷയില്ല, പോവാൻ പറ്റാത്ത അത്രയും അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പയ്യെ അവിടുന്ന് പോന്നു ഗൈസ്. അതിനുശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമന്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.